കഴിഞ്ഞ ദിവസം ലിജോ ജോസ് പല്ലിശ്ശേരി ഗംഭീര ചില ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുകയുണ്ടായി. അവിടെയൊന്നും ഗംഭീര ചില വാക്കുകൾ കൂടി അദ്ദേഹം പറയുകയും ചെയ്തു. മലക്കോട്ടെ വാലിബന് ഇത്രത്തോളം വിമർശനങ്ങൾ കേൾക്കുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിച്ചതിൽ വല്ല പാളിച്ചകളും സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളാണ് ലിജോ കൂടുതലായി പറഞ്ഞത്. ഒരു മോഹൻലാൽ സിനിമയ്ക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാകും എന്നത് സത്യം തന്നെയാണ്. അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ മോഹൻലാൽ സിനിമ ഇങ്ങനെ മാത്രമേ വരുള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്നതാണ് തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ലിജോയുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു അടിപ്പടം നായകൻ മാത്രമല്ല മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടർ. അദ്ദേഹം നമ്മുടെ ഭാഷയിൽ ജനിച്ച വേൾഡ് ക്ലാസ് നടനാണ്. അതുകൊണ്ടാണ് നമ്മൾ മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ എന്ന് പറയുന്നത്. ഇത് ലിജോയുടെ വാക്കുകളായിരുന്നു. അതിനപ്പുറം ഭരദ്വാജ് രംഗൻ ചെയ്ത ഇന്റർവ്യൂവിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നമ്മൾ അസാധാരണ സിനിമ സാക്ഷരതയുള്ള ഒരു രാജ്യമല്ല. നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അത് ഏത് തരത്തിലുള്ള സിനിമയാണ് എന്ന് ഓഡിയൻസ് ചിന്തിക്കും. ഒരു പോരാളിയുടെ കഥ പറയുമ്പോൾ, ഉദാഹരണത്തിന് വടക്കം വീരഗാഥ പോലെ, ഇപ്പോൾ മോഹൻലാലിന്റെ ഒരു ആക്ഷൻ മൂവി എന്ന് പറയുമ്പോൾ പുലിമുരുകനെ പോലെ എന്ന് ചിന്തിക്കുന്ന പ്രേക്ഷകർ ഉണ്ടാകും. ഇതാണ് ഞങ്ങളുടെ സിനിമ, ഇതാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കാൻ നിങ്ങൾക്ക് റിലീസിന് മുൻപ് കഴിഞ്ഞിട്ടുണ്ടോ? ഇത് ഭരദ്വാജ് രംഗൻ ലിജോയോട് ചോദിച്ച ചോദ്യമായിരുന്നു. അതിന് വ്യക്തവും സ്പഷ്ടവുമായ ഉത്തരം ലിജോ പറയുന്നത് ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. ലിജോയുടെ മറുപടി ഇങ്ങനെ: തുടക്കം മുതൽ ഇതിന്റെ ഓരോ മെറ്റീരിയലും പുറത്തു വരുമ്പോൾ ഞങ്ങൾ അതിനെ ചെറുതായാണ് കണ്ടിരുന്നത്. പക്ഷേ ചിലയിടങ്ങളിൽ ഇതിന്റെ ഒരു ഡിസ്കഷൻ നടന്നിരുന്നത് ഇതൊരു ലാലേട്ടൻ പ്രോജക്ട് എന്ന രീതിയിലാണ്. പുറത്തു വന്ന ഇമേജസ് കണ്ട് അതിൽ നിന്ന് അവർ കഥയുണ്ടാക്കി. ഇന്ന നടൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഇതിൽ ഡബിൾ റോൾ ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് റൂമർ സിനിമയെക്കുറിച്ച് പുറത്തു വന്നുകൊണ്ടേ ഇരുന്നു. ഞങ്ങൾക്കതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നത് ശരിയായ കാര്യമാണ്. പിന്നെ വളരെ നിരുപദ്രവമായ ഒരു കമന്റ് എന്റെ അസോസിയേറ്റ് സിനിമയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ലാലേട്ടന്റെ എൻട്രി സീനിൽ തിയേറ്റർ കുലുങ്ങുമെന്ന്. ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത അത്തരം കാര്യങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ വലിയ അതിശയോക്തി ഉണ്ടാക്കി. പക്ഷേ ഞങ്ങൾക്ക് അത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ പുറത്തുവിട്ട ഓരോ മെറ്റീരിയലിലും ഇതൊരു പതിവ് ക്യാരക്ടർ ലുക്കിൽ അല്ലെങ്കിൽ പതിവ് ഭൂപ്രകൃതിയിലുള്ള മാസ് മസാല സിനിമയല്ല എന്ന് പറയാൻ ശ്രമിച്ചത്. പക്ഷേ ഇത്തരം സിനിമകളുടെ ഒരു സെറ്റപ്പ് ബാഹുബലി പോലുള്ള സിനിമയുടേതാണ്. പക്ഷേ ഞങ്ങൾ ഒരിക്കലും ഈ സിനിമയെ ഒരു ബാഹുബലിയാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇതെല്ലാം പലയിടത്തും സിനിമയെക്കുറിച്ചുള്ള ജനങ്ങളുടെ പ്രതീക്ഷയിൽ വ്യത്യസ്ത ആശയങ്ങൾ ഉണ്ടാക്കാൻ കാരണമായി. വാലിബനെതിരെ വന്ന മോശം അഭിപ്രായങ്ങൾക്ക് വളരെ കൺവിൻസിംഗ് ആയ ഒരു മറുപടിയാണ് ലിജോ ഈ ഇന്റർവ്യൂവിൽ പറയുന്നത്. അദ്ദേഹം പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. ഒരു സിനിമ എന്തായിരിക്കും എന്ന് പോസ്റ്ററിലൂടെയും ട്രെയിലറിലൂടെയും നിർവചിക്കാൻ ശ്രമിക്കാതിരിക്കുക. ഞങ്ങളുടെ നായകന്റെ ഞങ്ങൾ ആഗ്രഹിച്ചത് ഒന്നും സിനിമയിൽ ഇല്ലെന്ന് പറയുന്നതിന്റെ യുക്തി സ്വയം ചോദ്യം ചെയ്യുക. എന്തായാലും ഇങ്ങനെയുള്ള പാളിച്ചകൾ ലിജോ അടുത്ത പടത്തിൽ മാറ്റുമെന്ന് പ്രതീക്ഷിക്കാം. മലക്കോട്ടെ വാലിബന്റെ രണ്ടാം ഭാഗം ഇവർ ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലാണ് ലിജോ അടക്കമുള്ളവർ പറയുന്നത്. ഇനി എന്തായിരിക്കും സംഭവിക്കുക?